അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷാക്കാലം എന്നാൽ എല്ലാവരിലും ചെറിയൊരു പേടിയും ആശങ്കയും ഉണ്ടാക്കുന്ന സമയമാണ്. എത്ര പഠിച്ചാലും പരീക്ഷ ഹാളിലെത്തുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. എന്നാൽ കഠിനാധ്വാനത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരീക്ഷാ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ചില പ്രധാനപ്പെട്ട ദുആകളാണ്. പരീക്ഷയ്ക്കായി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒന്നാണ് യാ ഹബീറു യാ അല്ലാ. വീട്ടിലെ ഉമ്മറപ്പടിയിൽ നിന്ന് ഇത് 11 തവണ ചെല്ലുന്ന മനസ്സിൽ കൂടുതൽ വ്യക്തത നൽകാൻ സഹായിക്കും. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് സൂറത്തുൽ അൻഫാലിലെ 62-ാമത്തെ ആയത്ത് 7 തവണ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൻ യുരീദു വൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹു ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. നിനക്ക് അള്ളാഹു മതി, അവനാണ് തൻ്റെ സഹായം കൊണ്ടും വിശ്വാസികളെ കൊണ്ടും നിനക്ക് കരുത്തേകിയത്. അതിനുശേഷം പരീക്ഷ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കാൻ ആദ്യം ഒരു സലാത്ത് ചൊല്ലുക. ശേഷം സൂറത്തുൽ ബഖറയിലെ 32-ാം ആയത്ത് 11 തവണ ഓതുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹക്കീം. നാഥ, നീ പഠിപ്പിച്ചു തന്ന അല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. പേപ്പറിൽ എഴുതുമ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും തടസ്സങ്ങളില്ലാതെ എഴുതാനും യാ ഫത്താഹു എന്ന 11 തവണ ചൊല്ലുക. കൂടാതെ സൂറത്തുൽ യൂസഫിലെ 18-ാമത്തെ ആയത്തിൻ്റെ ഈ ഭാഗം കൂടി ഓതുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പരീക്ഷ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും പഠനം അവസാനിപ്പിക്കണം. ആ സമയം പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കുന്നതിന് പകരം ഇതുപോലുള്ള ദുആകൾ ചൊല്ലി മനസ്സിനെ ശാന്തമാക്കുക. ഇത് പരീക്ഷാ പേപ്പർ ലഭിക്കുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ സഹായിക്കും. റിസൾട്ട് വരുന്നതുവരെയും സമാധാനത്തിനായി യാ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ദിവസവും 300 തവണ ചൊല്ലുന്നതും ഉത്തമമാണ്. എല്ലാ കൂട്ടുകാർക്കും പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.